ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കിഡിലായിട്ടാണ് നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കിഡിലം കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നല്ലപോലെ ഒന്ന് സവാള നല്ലപോലെ സ്മൂത്തായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിലരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കണം നമ്മൾ ഈ പൊടികളുടെ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 7-8 വിസിൽ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വിസിലേക്ക് വന്നതിന് ശേഷം ഇതപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആ ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.